താഴെ വീഴല്ലേ. ഫോൺ എന്താ താഴോട്ട് പോകുന്ന? അങ്ങനെ അങ്ങനെ മതി. പറയട്ടെ എന്തോ ഹലോ ഫ്രണ്ട്സ് അങ്ങനെ പറയല്ലേ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് വീട്ടിലാണെങ്കിലില്ലേ ഒരു ലവ് ബേർഡ്സിൻ്റെ ഒരു ചെറിയ കൂടുണ്ട്. ഒരു 6 ലവ് ബേർഡ്സ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഞങ്ങൾ താമസമൊക്കെ മാറിയ സ്ഥിതിക്ക് ആ ലവ് ബേർഡ്സിൻ്റെ കൂടിനെ ഇച്ചിരി വലുതാക്കി വിപുലമാക്കി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതിൻ്റെ ആവശ്യത്തിന് കുറച്ച് സാധനം വാങ്ങാനും വേണ്ടിയിട്ട് ഒരു കടയിൽ പോയപ്പം, കടയിൽ നിന്ന് പറഞ്ഞാൽ അക്വേറിയം ഒക്കെ വിൽക്കുന്ന അങ്ങനെ ഒരു കട. അവിടെ ചെന്നപ്പോഴത്തേക്കിന് മറ്റേ ഡ്രിഫ്റ്റ് വുഡ് ഉണ്ടല്ലോ, മറ്റേ തടി, അങ്ങനെ ഒരു സംഭവം കണ്ട്. അപ്പോൾ ഒരു ഈ കിളിക്കൂട് ഉണ്ടാക്കുമ്പം കിളിക്കൊക്കെ ഇരിക്കാൻ വേണ്ടി ഒരു മരം സെറ്റാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഡ്രിഫ്റ്റ് വുഡിൻ്റെ 2-3 പീസ് ഞാൻ വാങ്ങിയിട്ട് വെറുതെ ചെയ്ത് നോക്കിയതാ. സെറ്റാകുമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ ചെയ്ത് ഒരു മരത്തിൻ്റെ ഒരു സെറ്റപ്പ് ആക്കാനായിട്ട് അങ്ങനെ ചെയ്ത് വെച്ച് പോയി. അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തൊക്കെയാലും ചെയ്തതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് മരം കേട്ടോ. ഇതൊരു 3 പീസാണ്. 3 പീസും കൊണ്ടാണ് ഈ മരം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് ഇതിൻ്റെ അകത്ത് കുറച്ച് ഇലയൊക്കെ പിടിപ്പിച്ച് ഒരു മരം സെറ്റ് ചെയ്തിട്ട് കിളിക്കൂട് വെക്കുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഈ മരം വെക്കാം. അപ്പം കിളികൾക്കൊക്കെ കയറിയിരിക്കാമല്ലോ. അതുമല്ല, ഇത് നമുക്ക് ഒറിജിനൽ മരം ഒന്നും കൊണ്ട് വെക്കാൻ പറ്റത്തില്ല, കിളിയെല്ലാം കൊത്തിപ്പറിച്ച് തിന്നെ. അത് കാരണം ഞാൻ വിചാരിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനത്തെ ഒരു ഡ്രിഫ്റ്റ് വുഡ് കൊണ്ടൊരു മരമൊക്കെ ഉണ്ടാക്കി അതിന് പറ്റിയ ലീഫൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചേ, ഇതാണ് അതിൻ്റെ പറ്റിയ ലീഫ്. ഇതൊക്കെ ഒറിജിനൽ ലീഫല്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് വെച്ചിട്ട് ഒരു മരം സെറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മരം മാത്രമല്ല ഈ കിളിക്കുള്ളത്, അതിൻ്റെ അകത്ത് വേറെ കുറച്ച് സംഭവങ്ങളും കൂടെ വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഈ മരം ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് ബാലൻസ് അതിൻ്റെ അകത്തുള്ളതൊക്കെ കാണിക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശരിയാകുമെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും ഒരു പരീക്ഷണം നടത്തി നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് കാണണം കേട്ടോ. അപ്പം നമുക്കിനി ഈ ഡ്രിഫ്റ്റ് വുഡിൻ്റെ ഈ മരത്തെ നമുക്ക് ഇല എങ്ങനെ വെക്കുന്നതെന്നുള്ളത് വീഡിയോ കാണാതെ. അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇല വെക്കുന്നതിന് നമുക്കൊരു കത്രികയുടെ ആവശ്യമുണ്ട്. നമുക്കൊരു കത്രിക എടുത്തിട്ട് ഇതിൻ്റെ ഒരു കൊമ്പെടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ചെറിയൊരു ഹോള് പോലെ ഇടാവേ. കുറച്ച് പാടുണ്ട് ഹോളൊക്കെ ഇടാനായിട്ട്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇട്ടാൽ മതി. ഇനി ഇതാണ് നമുക്ക് വെക്കാനുള്ള ലീഫ്. ഇതൊന്നോടെ എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഓരോരോ ലീഫിൻ്റെ കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതൊരു 3 ലീഫ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൈയൊക്കെ മുറിയാതെ സൂക്ഷിക്കണം, കൈ കട്ടയുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു 3-4 എണ്ണം, ഒരു 4 ഹോൾ ഇട്ടിട്ടുണ്ട്. അതിനുള്ള നമുക്ക് കട്ട് ചെയ്ത് വെക്കാവേ. ഇത് 4 സെറ്റിനുള്ള ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഓരോന്നോരോന്ന് വെച്ച് പിടിപ്പിക്കണം. പിന്നെ ഒരു ഗമ്മ് വേണം നമുക്ക്. ഇത് വുഡ് ഫില്ലിൻ്റെ ഒരു ഫെവിക്കോളിൻ്റെ ഗമ്മാണ്. നമുക്ക് ആദ്യത്തെ ഹോളിൻ്റെ അകത്ത് വെച്ചതിൻ്റെ അകത്ത് ഒരു ലീഫിനെ വെക്കാം. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് ഈ ഗമ്മ് ഫില്ല് ചെയ്ത് കഴിയുമ്പം കണ്ടോ, ഇപ്പം ലീഫ് സെറ്റായി. ഇങ്ങനെ നമുക്ക് എല്ലാം വെക്കാവേ.
അടുത്ത സെക്കൻഡ് നമുക്ക് ഇവിടെ വയ്ക്കാം. അടുത്തൊരു ഹോൾ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. സെറ്റായപ്പോൾ നമുക്ക് ഇത് വെച്ച് നോക്കാവേ. നമുക്ക് സെക്കൻഡ് വെക്കാനുള്ള ലീഫ് ഇതിവിടെ വെക്കാവേ. നമുക്ക് പേര് ഈ ലീഫ് വെക്കാം. നമുക്ക് ഇങ്ങനെ ചേർച്ച് വെച്ചോട്ടാവേ. ഇത് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാലാമത്തെ ഇവിടെ ഉള്ളിടത്ത് നമുക്ക് സെറ്റ് ചെയ്യാവേ. ഈ ലീഫ് വെക്കാടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് സെറ്റ് ചെയ്യണം. കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ലീഫ് സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ബാക്കി ഇതിൻ്റെ ഈ മരത്തെ ഫുള്ള് ലീഫ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി കാണിക്കാവേ. ഇനി നിങ്ങൾക്ക് ഫുൾ വീഡിയോ ഇട്ടിടുമ്പോൾ ഭയങ്കര ലെങ്തി ആകും. എന്നിട്ട് ബാക്കി എല്ലായിടത്തും ലീഫൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഫുൾ മരം ഇനി അടുത്ത വീഡിയോ കാണിക്കാം. നമുക്ക് ഈ ഇനി വലിയൊരു ലീഫുണ്ട്, ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഗമ്മഴിച്ച് കൊടുക്കുന്നത് നമ്മൾ വലിയ ഇല ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫുള്ളും ഫിറ്റ് ചെയ്യാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് മരത്തിൽ ഫുള്ളും ഇല പിടിപ്പിച്ചിട്ടുള്ള മരത്തിൻ്റെ ഫുൾ ഒരു ഇതാണ് ഫുള്ളായിട്ട് വരുന്നത് കേട്ടോ. ഇത് നല്ല കുറേ ഇലയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ മരമാണ് നമ്മൾ കിളിക്കൂടിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ആദ്യം കുറച്ച് ഇല പിടിപ്പിക്കുന്നേ ഉള്ളൂ. ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ ഇതിൻ്റെ വീഡിയോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഇടുവേ. അപ്പം ഇതാണ് നമ്മുടെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫുൾ മരം ഇതാണ്. ഇനി നമുക്ക് കിളിക്കൂടിൻ്റെ അകത്ത് ഈ മരമൊക്കെ വെച്ചിട്ടുള്ളതിന് ബാക്കി കാണിക്കാം. എല്ലാവരും ചെയ്ത് നോക്കണം. മരം എങ്ങനെ ഉണ്ടെന്ന് പറയണം, അഭിപ്രായം പറയണം, കമൻറ്റ് പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും തരണം കേട്ടോ.